താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ്സുകാരന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. തലയോട്ടി പൊട്ടിയ നിലയിലാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വലത് ചെവിയുടെ മുകൾ ഭാഗത്തായാണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ്, പ്രത്യക്ഷത്തിൽ ഇത്തരത്തിൽ മുറിവുകളൊന്നും കണ്ടെത്തിയിരുന്നില്ലെങ്കിലും സാരമായ പരിക്ക് സംഭവിച്ചിരുന്നു ആന്തരികാവയവങ്ങൾക്ക് എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇപ്പോൾ തലയോട്ടി പൊട്ടിയ നിലയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്താണ്? വിനീത, പോലീസ് കരുതിയത് പോലെ തന്നെയാണ് ഈ മരണകാരണം എന്ന് പറയുന്നത്. അതായത് കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നൺചക്ക് ഉള്ള ഉപകരണം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ ഷഹവാസിന് തലക്കടിച്ചെന്നാണ് പോലീസ് പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തി. അത് ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഷഹവാസിന്റെ വലത് ചെവിയുടെ മുഖഭാഗത്തായിട്ട് തലയൊട്ടി പൊട്ടിയ നിലയിലാണ്. അതുതന്നെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഷഹവാസിന് കൊണ്ടു ചെന്നപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞത് സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഷഹവാസ് തലയിറങ്ങി വീഴുകയും ഛർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. ആ കാര്യം പോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരിക്കുകയാണ്. അതായത് കട്ടിയുള്ള ഏതെങ്കിലും ഒരു ആയുധം വെച്ച് തലയ്ക്ക് അടിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോലീസിനോട് പ്രാഥമികമായി നൽകിയിരുന്ന വിവരങ്ങൾ. അതായത് തലയ്ക്ക് കിട്ടിയ അടിയാണ്, നഞ്ചക്ക് ഉപയോഗിച്ച് തലയ്ക്ക് കിട്ടിയ അടിയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. പുറമെ പരിക്കുകളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ ആന്തരികമായ മുറിവും രക്തസ്രാവവുമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പോസ്റ്റ്മോർട്ടം പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരണം, അതിനുശേഷം മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും തലയോട്ടി പൊട്ടിയ നിലയിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം താമരശ്ശേരിയിലെ വീടിനടുത്ത് എത്തിക്കുകയും പൊതുദർശനവും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്യും.